ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും പാഠങ്ങളും എന്തൊക്കെയാണെന്ന് കുറിപ്പ് പങ്കുവച്ച് നടൻ ജോയ് മാത്യു. പ്രവാസ ജീവിതത്തിൽ നിന്ന് ഒന്നും നേടിയിട്ടില്ലെന്ന് പറയുന്നവർക്ക് കൃത്യമായ മറുപടി നൽകുകയാണ് ജോയ് മാത്യു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജോയ് മാത്യു ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത് തന്റെ സൃഷ്ടിയല്ലെന്നും തനിക്ക് അടുത്ത കാലത്ത് കിട്ടിയ മികച്ച രചനകളിലൊന്നാണെന്നും ജോയ് മാത്യു വ്യക്തമാക്കുന്നു. ഇതിന്റെ സൃഷ്ടികർത്താവിനും ഇത് അയച്ചു തന്ന അഷ്റഫ് വടക്കേക്കാട് എന്ന ചങ്ങായിക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ജോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. ഒട്ടേറെ മൂല്യങ്ങളും നല്ല ശീലങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് പ്രവാസമാണെന്ന് ജോയ് മാത്യു പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. രസകരമായ കുറിപ്പ് നിരവധി പേരാണ് ഷെയർ ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇതെന്റെ സൃഷ്ടിയല്ല, എന്നാൽ എനിക്ക് അടുത്ത കാലത്ത് കിട്ടിയ മികച്ച രചനകളിലൊന്നാണ്. ഇതിന്റെ സൃഷ്ടികർത്താവിനും ഇത് അയച്ചു തന്ന അഷ്റഫ് വടക്കേക്കാട് എന്ന ചങ്ങായിക്കും നന്ദി. പ്രവാസ ജീവിതത്തിൽ നിന്ന് താൻ ഇതുവരെ ഒന്നും നേടിയിട്ടില്ല എന്ന് പറയുന്നവരോട് ഒരു കപ്പ് നെയ്ച്ചോറിന്റെ അരിക്ക് അതിന്റെ ഇരട്ടി വെള്ളം ഒഴിക്കണമെന്ന് പഠിച്ചത് എവിടെ നിന്നാ? താൻ കഴിച്ചതും കുടിച്ചതുമായ പാത്രങ്ങൾ താൻ തന്നെ കഴുകി വെക്കണമെന്ന് പഠിച്ചത് എവിടെ നിന്നാ? ഏത് ഭക്ഷണം കഴിച്ചാലും അതിന് ഉപ്പില്ല, മുളകില്ല, ടേസ്റ്റ് ഇല്ല എന്ന് ആവലാതി പറയാൻ പാടില്ല എന്ന് പഠിച്ചത് എവിടെ നിന്നാ? തന്റെ ഓഹരി മാത്രമേ താൻ എടുക്കാവൂ, അവരുടേത് അവിടെ തന്നെ വച്ചേക്കണം എന്ന് പഠിച്ചത് എവിടെ നിന്നാ? ഇതിന് ഫ്രിഡ്ജിൽ വെച്ചത് നാളെ ചൂടാക്കി കഴിച്ചാലും ഒന്നും സംഭവിക്കുകയില്ല എന്ന് പഠിച്ചത് എവിടെ നിന്നാ? ജീവിതത്തിലെ കൃത്യനിഷ്ഠയും അലാറം വെച്ചുള്ള ഉറക്കവും ഉണരലും പഠിച്ചത് എവിടെ നിന്നാ? ശബ്ദമുണ്ടാക്കാതെ ഡോർ തുറക്കാനും അടയ്ക്കാനും പഠിച്ചത് എവിടെ നിന്നാ? തലയിണയെ പ്രിയ സഖിയും പ്രാണസഖിയുമാക്കി കിടന്നുറങ്ങാൻ പഠിച്ചത് എവിടെ നിന്നാ? ഹയവാനും അതായത് മൃഗവും, കൽബും അതായത് പട്ടിയും, ഹിമാറും അതായത് കഴുതയും ആദ്യം പഠിച്ചത് എവിടെ നിന്നാ? ക്ഷമ എന്ന രണ്ടക്ഷരം പ്രാവർത്തികമാക്കാൻ പഠിച്ചത് എവിടെ നിന്നാ? എത്ര കൂരിരുട്ടിലും റൂമിലുള്ളവർ കലോത്സരം ഉണ്ടാക്കാതെ, ലൈറ്റുകൾ പ്രകാശിപ്പിക്കാതെ, വസ്ത്രം മാറാനും ശബ്ദമില്ലാതെ ഭക്ഷണം കഴിക്കാനും ശീലിച്ചത് എവിടെ നിന്നാ? 100 കിട്ടിയാൽ കടം കൂടി വാങ്ങി 110 നാട്ടിലേക്ക് അയക്കാൻ പഠിച്ചത് എവിടെ നിന്നാ? കറണ്ടും വെള്ളവും സോപ്പും പേസ്റ്റും സൂക്ഷിച്ചുപയോഗിക്കാൻ പഠിച്ചത് എവിടെ നിന്നാ? സ്കൂളിൽ നിന്ന് 10ഉം 15ഉം വർഷം പഠിക്കാത്ത പല ഭാഷകളും പഠിച്ചത് എവിടെ നിന്നാ? ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ പഠിച്ചത് എവിടെ നിന്നാ? സ്വന്തമായി ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്തവൻ പ്രവാസിയായി 2 or 3 മാസത്തിനുള്ളിൽ തന്നെ ബിരിയാണിയും സദ്യയും കഫ്സയും ഉണ്ടാക്കാൻ പ്രാവീണ്യം നേടുന്ന ടെക്നിക് എവിടെ നിന്ന് നേടിയതാ? ലോകത്തിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും നേടാനാകാത്ത സാമ്പത്തിക ശാസ്ത്രം പഠിച്ചത് എവിടെ നിന്നാ? തക്കാളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടായ എണ്ണയിലിട്ട് വഴറ്റി അതിലേക്ക് മീനിട്ടാൽ മീൻ കറി, ചിക്കൻ ഇട്ടാൽ ചിക്കൻ കറി, മട്ടൻ ഇട്ടാൽ മട്ടൻ കറിയും, തൈരൊഴിച്ചാൽ മോരുകറിയും, ഇതൊന്നുമില്ലെങ്കിൽ തക്കാളിക്കറിയും ആകുമെന്നുള്ള പ്രവാസി ടെക്നിക് ഏതെങ്കിലും കോളേജിൽ പഠിച്ചാൽ കിട്ടുമോ? അല്ലെങ്കിൽ ഹോം സയൻസ് പഠിച്ചാൽ കിട്ടുമോ? എന്നിട്ടും പറയുക ഞാനൊന്നും നേടിയിട്ടില്ല എന്ന് ഓരോ പ്രവാസിക്കും സ്മരണ വേണം, സ്മരണ എന്നും രസകരമായ കുറിപ്പിൽ ചോദിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.